Good afternoon. Good afternoon, Miss. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അപ്ലിക്കേഷൻ ഫോമിന്റെ അഡ്വാൻറ്റേജസ് ആയിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു അഡ്വാൻറ്റേജസ് ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു ആര് പറയുന്നു? ആമുഖം, ഔപചാരികമായിട്ടുള്ള ആമുഖം, കിട്ടുന്നുണ്ട്. പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്തിട്ടല്ലാത്തവരെ റിജക്ട് ചെയ്യുക. എല്ലാ ആപ്ലിക്കേഷൻസും ഡിഫറെന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. കോൺവെർസേഷൻ പ്രോസസ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കുന്നത്. Okay, any disadvantages of an application form. So now, in the selection process used in application form creates various problems which are attributed to the following factors. മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഡിസഡ്വാൻറ്റേജിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോഷങ്ങൾ അല്ലെ. അപ്ലിക്കേഷൻ ഫോമിന്റെ ദോഷങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? Sometimes form design certain application forms very carelessly. Okay. അപ്പൊ എന്താ പറയുന്നത്? Sometimes forms design certain application forms very carelessly. എന്തായിരിക്കും മീനിങ്? എന്താണ് മീനിങ്? ചില സമയങ്ങളില് ഓർഗനൈസേഷൻ തന്നെ ആപ്ലിക്കേഷൻ ഫോം കെയർലെസ് ആയിട്ട് അല്ലെ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യാറുണ്ട്? ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കെയർലെസ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഡിസൈൻ ചെയ്യാറുണ്ട്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? ന്യൂ applicants are expert in giving false information about their qualifications, which are difficult to verify. എന്താ പറയുന്നത്? Few applicants are expert in giving false information about their qualifications. നമ്മൾ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സിന്റെ വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തണം അല്ലെ. എല്ലാ തരം ക്വാളിഫിക്കേഷൻസ് ആയാലും നമ്മൾ അതിൽ രേഖപ്പെടുത്താറുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ചിലവര് എന്ത് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്? false information. എന്താണ് false information? എന്താണ് false information? തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് അതില് ചിലപ്പോ എഴുതാറുണ്ട്. അങ്ങനെ എഴുതുമ്പോ എന്താ സംഭവിക്കുന്നത്? എഴുതി നമ്മൾ കൊടുക്കുമ്പോ തെറ്റായ വിവരങ്ങൾ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എഴുതി കൊടുക്കുമ്പോ ചിലപ്പോ അത് കറക്റ്റ് ആണോ നോക്കാനായിട്ട് കുറേ അധികം അപ്ലിക്കേഷൻസ് അല്ലെ അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതെല്ലാം ശരിയാണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അതും എന്താണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി എന്താണ്? There can be a possibility
that the HR person face the problems in assessing the information about the applicant that are mentioned in the application form. അപ്പൊ എന്താണ് അപ്ലിക്കേഷൻ ഫോമില് അപേക്ഷകനെ കുറിച്ചുള്ള വിവരങ്ങള് നമ്മൾ പറഞ്ഞു. അപ്ലിക്കേഷൻ ഫോമിൽ ഫിൽ ചെയ്തത് കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അല്ലെ, അവൻ തന്നെ ഫിൽ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോ ആ വിവരങ്ങള് വിലയിരുത്തുന്നതില് HR പേഴ്സൺസിന്, HR വ്യക്തികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്തായിരുന്നു? ഓർഗനൈസേഷൻ അപ്ലിക്കേഷൻ ഫോം ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ കെയർലെസ് ആയിട്ട് അതിന്റെ ചെയ്യാറുണ്ട്, ഡിസൈൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് നമ്മള് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ അതിനകത്ത് എഴുതാറുണ്ട്. അങ്ങനെ എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാൻഡിഡേറ്റുകൾ എന്ത് ചെയ്യാറുണ്ട്? ഫോൾസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ വെരിഫൈ ചെയ്യുന്നതില് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പരിശോധിക്കാനായിട്ട് പ്രയാസമാണ്. അതുപോലെ തന്നെ there can be possibility that the HR person face problems in assessing the information about the applicants that are mentioned in the application form. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഫോമില് അപേക്ഷകന്റെ വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ അത് വിലയിരുത്തുന്നതിൽ HR പേഴ്സൺസിന്, HR വ്യക്തികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള 3 കാര്യങ്ങളാണ് ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെയാണോ 3 കാര്യങ്ങളും? ഓക്കെ. ഇനി എന്താണ് സെലക്ഷൻ ടെസ്റ്റുകൾ? എന്താണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടെസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. ടെസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. These tests are important tools which are used for the selection procedure. ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ് അല്ലെ സെലക്ഷൻ പ്രൊസീജിയറിൽ. ഒരു ഓർഗനൈസേഷനിലോട്ട് നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ പ്രൊസീജിയറിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിനെ പറ്റി പറയാൻ പറ്റും. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നതിലൂടെ നമ്മൾ പല ടെസ്റ്റുകളിലൂടെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത് അല്ലെ. ആ ടെസ്റ്റുകൾ ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു ഇവാലുവേറ്റ് സം സെറ്റ് ഇൻ skills and capabilities of a worker which are supposed to be there for a successful job outcomes as per the job analysis. അപ്പൊ എന്താണ് പറയുന്നത്? ഇതിലൂടെ ഇങ്ങനെയുള്ള ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷനിൽ വരുന്ന കാൻഡിഡേറ്റിന്റെ എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? സ്കില്ലുകള്, ക്യാപ്പബിലിറ്റീസ് അല്ലെ, കഴിവുകളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആ ജോബിന് നമുക്ക് ആ ജോബിന് അവനെ കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ആ ജോബില് അവൻ വില്ലിങ് ആകുമോ? ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ആ ജോബിനെ കുറിച്ചുള്ള അവരുടെ സ്കില്ലുകള്, അവരുടെ ക്യാപ്പബിലിറ്റീസ് നമുക്ക് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. A test is a tool designed to evaluate the selective psychological elements. അപ്പൊ എന്താണ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഈസ് എ ടൂൾ. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ടെസ്റ്റ് ഈസ് എ ടൂൾ designed to evaluate the selective psychological elements. അല്ലെ, തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത സൈക്കോളജിക്കൽ എലമെന്റുകളെ വിലയിരുത്താനായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു ടൂളിനെയാണ് നമ്മൾ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. തെരഞ്ഞെടുത്ത ഈ മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ കേട്ടോ, മനഃശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളെ വിലയിരുത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു ടൂളാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ടെസ്റ്റ് ഈസ് എ ടൂൾ
designed to evaluate the selective psychological elements. Psychological elements എന്ന് പറഞ്ഞാല് മനഃശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങള്. ഓക്കെ, ഇപ്പൊ തെരഞ്ഞെടുത്ത മനഃശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു ടൂളിനെയാണ് നമ്മൾ ടെസ്റ്റുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The primary reason for conducting a test in the selection procedure is to easily and accurately evaluate the difference between job-related capabilities and skills of the individuals. ഇങ്ങനെയുള്ള ഈ പ്രൈമറി റീസൺസ് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, തന്നെയും പിന്നെയൊക്കെ പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകൾ നടത്തുന്നത്? ഓരോ ജോബിലേക്കും അല്ലെങ്കിൽ ഓരോ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസികൾ വരുമ്പോൾ അതിലേക്ക് വേണ്ടതായിട്ടുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കും അല്ലെ. ഇനി എങ്ങനെയുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം? അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട സ്കിൽസും എബിലിറ്റിയും ക്യാപ്പബിലിറ്റിയും ഉള്ള ആളുകളെ വേണം സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി എന്താ പറയുന്നത്? As human capabilities are interconnected to each other and complicated in nature, therefore they must be understood in relation to one another. അപ്പൊ എന്താണ് ഇതിനർത്ഥം പറയുന്നത്? മനുഷ്യന്റെ കഴിവുകള് പരസ്പര ബന്ധിതവും അതുപോലെ തന്നെ പ്രകൃതിയില് സങ്കീർണവുമായതിനാൽ പരസ്പരം ബന്ധപ്പെടുത്തി വേണം നമ്മള് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മനുഷ്യന്റെ കഴിവുകള് പരസ്പര ബന്ധിതവും അതുപോലെ തന്നെ പ്രകൃതിയില് സങ്കീർണവുമായതിനാൽ അവ പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ആ പാരഗ്രാഫിൽ പഠിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് സെന്റൻസ് നോക്കാം കേട്ടോ. Test is also known as psychological test. Important ആണ് കേട്ടോ, ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മിഡിൽ ആയിട്ട് a test is a tool designed to evaluate the selective psychological elements. Okay, മാർക്ക് ചെയ്ത് വെച്ചോ? ഓക്കെ, ഇത്ര മാത്രം ഒന്ന് നമുക്ക് നോക്കാനുള്ളൂ കേട്ടോ. ഇനി അതുപോലെ തന്നെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് പ്രൈമറി റീസൺസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ജോബിലേക്ക് ഓരോ കാൻഡിഡേറ്റും ആക്ട് ആണോ നോക്കുന്നതാണ് അല്ലെ ടെസ്റ്റ് വഴി. ഓക്കെ, അതറിയാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും. ഇനി ടെസ്റ്റിനെ കുറിച്ചുള്ള ഡിഫറെന്റ് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. മൂന്നാളുകളുടെ ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? Okay, according to Wayne F. Cascio. Okay, കാസിയോയുടെ അഭിപ്രായത്തില് ടെസ്റ്റിനെ കുറിച്ച് പറയുന്നതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ. A psychological test is a standardized measure of behavior. A psychological test. മൂന്ന് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം ഓരോ ആൾക്കാരുടെ ഡെഫിനിഷൻസ്. A psychological test is a standardized measure of behavior. ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരു മനഃശാസ്ത്രപരമായ പരിശോധന പെരുമാറ്റത്തിന്റെ ഒരു മാനദണ്ഡമാണ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഒരു മനഃശാസ്ത്രപരമായ പരിശോധന പെരുമാറ്റത്തിന്റെ ഒരു മാനദണ്ഡമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം. ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ഓഫ് ബിഹേവിയർ. ഓക്കെ, മനഃശാസ്ത്രപരമായ പരിശോധന എന്ന് പറയുന്നത് പെരുമാറ്റത്തിന്റെ ഒരു മാനദണ്ഡമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? According to Cronbach. Okay,
A test is a systematic procedure for comparing the behavior of two or more persons. എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ കോൺബാറ്റിന്റെ അഭിപ്രായത്തിൽ A test is a systematic procedure for comparing the behavior of two or more persons. എന്താണ് കോൺബാറ്റിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് എന്താണ്? രണ്ടോ അതിലധികമോ വ്യക്തികളുടെ പെരുമാറ്റം താരതമ്യം ചെയ്യുന്നതിനുള്ള ഒരു ചിട്ടയായ നടപടിക്രമമാണ്. അല്ലെ, നമ്മൾ ചെയ്യാറുണ്ട്. കുറെ കാൻഡിഡേറ്റുകൾ ഉണ്ടാവും അല്ലെ, അവയിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. അതാണ് അവിടെ അർത്ഥം വരുന്നത് കേട്ടോ. എന്താണ് പറയുന്നത്? രണ്ടോ അതിലധികമോ വ്യക്തികളുടെ പെരുമാറ്റം താരതമ്യം ചെയ്യപ്പെടുന്നതിനുള്ള ഒരു ചിട്ടയായ നടപടിക്രമമാണ് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ടാമത്തെ ഡെഫിനിഷൻ ഓക്കെ ആണോ? ഓക്കെ. രണ്ട് ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം നമുക്ക്. രണ്ട് ഡെഫിനിഷൻ നോക്കിയാണോ? ഓക്കെ. ഇനി തേർഡ് ഡെഫിനിഷൻ നോക്കിയേ. According to Milton M. Plum, a test is a sample of an aspect of an individual's behavior, performance and attitude. എന്താ പറയുന്നത്? മിൽട്ടന്റെ അഭിപ്രായത്തിൽ എന്താണ് ടെസ്റ്റിനെ കുറിച്ച് പറയുന്നത്? ഒരു വ്യക്തിയുടെ പെരുമാറ്റം, പ്രകടനം, അതുപോലെ തന്നെ മനോഭാവം എന്നിവയുടെ ഒരു വശത്തിന്റെ ഒരു സാമ്പിൾ ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ പെരുമാറ്റം, പ്രകടനം, മനോഭാവം എന്നിവയുടെ ഒരു വശത്തിന്റെ ഒരു സാമ്പിൾ ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇവിടെ പറയാം. ഒരു വ്യക്തിയുടെ പെരുമാറ്റം, പ്രകടനം, മനോഭാവം എന്നിവയുടെ ഒരു വശത്തിന്റെ ഒരു സാമ്പിൾ ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചത് ടെസ്റ്റിന്റെ 3 ഡെഫിനിഷൻസ് ആണ് അല്ലെ. ഓക്കെ, 3 ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു.
ഫസ്റ്റ് ഡെഫിനിഷൻ ആരുടെ ആയിരുന്നു? കാസിയോയുടെ ഡെഫിനിഷൻ ആയിരുന്നു അല്ലെ? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്റെ? ഓക്കെ ആണല്ലേ? ചുമ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, അധികം സൗണ്ട് എടുക്കുന്നില്ല അതുകൊണ്ട് അർത്ഥം. ഓക്കെ, കാസിയോയുടെ അഭിപ്രായത്തില് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഒരു മനഃശാസ്ത്രപരമായ പരിശോധന പെരുമാറ്റത്തിന്റെ ഒരു മാനദണ്ഡമാണ് എന്നാണ് കാസിയോയുടെ അഭിപ്രായത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ക്രോൺബാക്കിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് രണ്ടോ അതിലധികമോ വ്യക്തികളുടെ പെരുമാറ്റം താരതമ്യം ചെയ്യുന്നതിനുള്ള ഒരു ചിട്ടയായ നടപടിക്രമമാണ് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിൽട്ടന്റെ അഭിപ്രായത്തിൽ പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ പെരുമാറ്റം, പ്രകടനം, മനോഭാവം എന്നിവയുടെ ഒരു വശത്തിന്റെ ഒരു സാമ്പിൾ ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടിട്ടോ? ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണല്ലേ? ഒരു ആസ്പെക്ട് ഓഫ് എന്നുള്ളത് നമ്മൾ വെട്ടിക്കളഞ്ഞു കേട്ടോ. ആസ്പെക്ട് ഓഫ് രണ്ട് പ്രാവശ്യമുണ്ട് മിൽട്ടന്റെ ഡെഫിനിഷനില്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. ആസ്പെക്ട് ഓഫ് എന്നുള്ളത് ഒരെണ്ണം വെട്ടിക്കളയാം. യോ ഇനി നമ്മള് ടെസ്റ്റുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇനി പഠിക്കുന്നത്. ടൈപ്സ് ഓഫ് ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ടെസ്റ്റിൽ വരുന്നത്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, സിറ്റുവേഷണൽ ടെസ്റ്റ് ഉണ്ട് അല്ലെ? ഇപ്പൊ ഓരോന്നും നമ്മൾ പഠിക്കും കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, ഒരാളൊന്ന് വായിക്കോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? മിസ് അൺമ്യൂട്ട് ആക്കാം, എന്നിട്ട് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ചുമ വല്ലാതെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. ആരാ വായിക്കുന്നത്? Aptitude test. It is a test designed for evaluating the growth level achieved by an somewhat similar and clearly stated capabilities. These capabilities may include presentation of dimensions, numerically ability, or emotional ability. These tests aim at evaluating the capability of an individual or the hidden ability to learn what has been given to him if provided proper training. These tests are categorized as follows: A. Intelligence test. B. Mechanical aptitude test. Psychomotor test. Clerical aptitude test. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന് മിസ് പറയാം.
ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചി അല്ലെ, അഭിരുചി അല്ലെ, അഭിരുചി കാണാനുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോ എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിരുചി അളക്കുന്നതിനുള്ള ടെസ്റ്റിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈസ് ആൻ അസസ്മെന്റ്. അവിടെ PDF ഇല്ല, ജസ്റ്റ് ചെറുതാക്കി ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് വായിക്കാം. Aptitude test is an assessment to measure a candidate's mental aptitude. എന്താ മനസ്സിലായേ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈസ് ആൻ അസസ്മെന്റ് ടു മെഷർ എ കാൻഡിഡേറ്റ്സ് മെന്റൽ ആപ്റ്റിറ്റ്യൂഡ്. എന്താ മനസ്സിലായ? വായിച്ചപ്പോ മെന്റലി നമ്മൾ ഏബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ അഭിരുചി അളക്കുന്ന ടെസ്റ്റ്. ഓക്കെ, അതിന്റെ പ്രധാനപ്പെട്ട എയിം പറയുന്നില്ലേ അതിനകത്ത്? എന്താണ് എയിം എന്ന് പറഞ്ഞാല്? The test aim at evaluating the capability of an individual or the hidden ability to learn what has been given to him if provide proper training. എന്തായിരിക്കും എയിം എന്ന് പറഞ്ഞാല്? ഒരു ശരിയായ പരിശീലനം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിയുടെ കഴിവ്, അല്ലെങ്കിൽ ഒരു അവന് നൽകിയിട്ടുള്ള കാര്യങ്ങൾ, അവൻ എന്താണ് പഠിക്കാനായിട്ട് മറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് മറഞ്ഞിരിക്കുന്ന കഴിവ്, ചിലപ്പോ അവന്റെ ഉള്ളിലുള്ളൊരു അഭിരുചി ഉണ്ടാവും അല്ലെ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്തുണ്ടാവും? മറഞ്ഞിരിക്കുന്ന കഴിവുണ്ടാവും. ആ കഴിവ് കണ്ടെത്തി അതിന് പ്രോപ്പർ ട്രെയിനിങ്ങുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ പറ്റില്ല നമുക്ക്, ആണോ? അതാണ് പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് കേട്ടോ. ശരിയായ പരിശീലനം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നൽകിയാല്, അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിയുടെ കഴിവ് അല്ലെങ്കിൽ അവന് നൽകിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള മറഞ്ഞിരിക്കുന്ന കഴിവിനെ ഇങ്ങനെ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ ഈ പരിശോധന ലക്ഷ്യമിടുന്നത്. ഓക്കെ, അവരുടെ ഉള്ളിലുള്ള ഒരു കഴിവുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ചിലപ്പോ നമ്മുടെ ഉള്ളിലും ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ കഴിവുകൾ. അത് കണ്ടെത്തി നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അതൊരു മോട്ടിവേഷൻ നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് കഴിയുന്നില്ലേ. അതിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ്, എബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അഭിരുചി. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇന്റലിജൻസ് ടെസ്റ്റ്, അതുപോലെ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ സൈക്കോ മോട്ടോർ ടെസ്റ്റുകൾ. ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇന്റലിജന്റ് ടെസ്റ്റ് എന്തായിരിക്കാം? ഇന്റലിജന്റ് ടെസ്റ്റ് ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ നോക്കുന്നു അല്ലെ. ഓക്കെ, എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്തൊക്കെ പെടും ഇന്റലിജന്റ് ടെസ്റ്റില്? എന്തൊക്കെ വരാം? ഇന്റലിജന്റ് ടെസ്റ്റിൽ ഏതൊക്കെ വരാം? എക്സാമ്പിൾസ് ഏതൊക്കെ വരാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില്? ഓർമ്മശക്തികൾ അല്ലെ, ഇന്റലിജൻസ് ടെസ്റ്റുകള്. അതിനകത്ത് നമുക്കിപ്പോ എന്താണ് നമ്മുടെ ന്യൂമറിക്കൽ റീസണിങ്, അതുപോലെ വെർബൽ റീസണിങ്. ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് ഒരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അവന് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? അതുപോലെ തന്നെ ന്യൂമറിക്കൽ റീസണിങ്,
മെമ്മറി ടെസ്റ്റുകൾ, ഇതൊക്കെയാണ് ഇന്റലിജന്റ് ടെസ്റ്റിൽ വരുന്നത് കേട്ടോ. These tests are made for the purpose of evaluating various mental tasks for reasoning, comprehension and judgment. അപ്പോൾ ഈ ടെസ്റ്റുകൾ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? അതിന് റീസണിങ്ങിനുള്ള എബിലിറ്റി, അതുപോലെ കോംപ്രിഹെൻഷൻ, അല്ലെ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മനസ്സിലാക്കാനുള്ള ശക്തി ഉണ്ടോ, അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് ഇന്റലിജന്റ് ടെസ്റ്റ് നടത്തുന്നത്. ക്ലിയർ ആയോ? എന്താണ്, ഒരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നമ്മള് റീസണിങ്, കോംപ്രിഹെൻഷൻ, ജഡ്ജ്മെന്റിനെ കുറിച്ചുള്ള കഴിവുകളുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. An intelligent test is designed to provide basic idea about an individual's mental ability. In simple words, this test evaluates the various human behaviors in an effective manner in one minute to talk. Okay. Effective manner in comparison to any other devices. അപ്പോൾ എന്താണ്, നമ്മള് അവിടെ വരുന്ന കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട് അവരിൽ നിന്ന് ഏറ്റവും യോജിച്ച ആളുകളെ, അല്ലെങ്കിൽ അവരുടെ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള പല ടെസ്റ്റിലൂടെയും അവരുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലെ, ഇങ്ങനെയുള്ള ഈ ടെസ്റ്റുകൾ, ഇന്റലിജന്റ് ടെസ്റ്റ് നടത്തുന്നതിലൂടെ പല ആളുകളുടെ, അവിടെ വരുന്ന കാൻഡിഡേറ്റ്സിന്റെ എല്ലാവരുടെയും സ്വഭാവ സവിശേഷതകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വിലയിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. These tests provide professionals with a standard way to compare the performance of an individual with another to belong to the same age. Same age ഗ്രൂപ്പിലുള്ള കുഴപ്പമില്ല, നോക്കട്ടെ കേട്ടോ, അങ്ങനെ ബുദ്ധിമുട്ടാവണമെങ്കിൽ മിസ് പറയാം. ഓക്കെ, സെയിം ഏജ് ഗ്രൂപ്പിലുള്ള, നിങ്ങൾക്ക് അറിയാം എന്താണ്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്കായാലും നിങ്ങൾക്കായാലും എന്താണ്, പലതരത്തിലുള്ള ഇന്റലിജൻസ് ആയിരിക്കും അല്ലെ, ആണോ? ഇവിടെ ഒരുപോലെയുള്ള ഇന്റലിജൻസ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുന്നത്? ഇല്ല, വ്യത്യാസം ഉണ്ടാവും അല്ലെ, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ സെയിം ഏജിലുള്ള ആളുകൾക്കായാലും സെയിം ഏജ് ഗ്രൂപ്പുള്ള ആളുകൾക്കായാലും പലതരത്തിലുള്ള ഇന്റലിജൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോ പലതരത്തിലുള്ള സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഈ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ്, നല്ല രീതിയിൽ സെയിം ഏജ് ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സ്കില്ലുകളുള്ള ആളുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള ഇന്റലിജൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഈ ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എന്നാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. These tests give factual data of cultural and biological difference among people as well as. Okay, അപ്പൊ ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് നോക്കുമ്പോൾ എത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു വ്യക്തികളുടെ റീസണിങ്, അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ, മനസ്സിലാക്കാനുള്ള ശക്തി, അതുപോലെ ജഡ്ജ്മെന്റ്. നമ്മളൊരു വിഷയം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള അങ്ങനെയുള്ള കഴിവുണ്ടോ, എബിലിറ്റി ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഇന്റലിജന്റ് ടെസ്റ്റ്.
മിസ് കഴിഞ്ഞെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി. എന്താണ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്തായിരിക്കാം മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? എന്താണ് മെക്കാനിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാല്? The mechanical aptitude test is also called mechanical ability test. Underline ചെയ്യാട്ടോ, ചോദിച്ചിട്ടുണ്ട്. Mechanical aptitude test are also called mechanical ability test. These tests are assessed by most of the employers. For example, Navy, Army, Air Force, and many private organizations. ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഓർഗനൈസേഷൻസ്, ഇത്തരത്തിലുള്ള ജോലിക്കാർക്കാണ് ഇങ്ങനെയുള്ള മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റുകൾ നടത്തുന്നത് കേട്ടോ. നേവി, ആർമി കണ്ടിട്ടില്ലേ, നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് അവർക്ക് സ്വയം ചെയ്യാൻ പ്രാപ്തരാക്കുക അല്ലെ. അങ്ങനെയുള്ള എന്താണ് നേവി, ആർമിയിലൊക്കെ ചെയ്യുന്നത് കയറൊക്കെ പിടിച്ചിങ്ങനെ കയറാം. അതുപോലെ തന്നെ ചെളിയിലൊക്കെ ഇങ്ങനെ അങ്ങനെ മറ്റേ വിജയുടെ ഒക്കെ ചിത്രം കണ്ടിട്ടില്ലേ, തമിഴ് പട്ടാളത്തിന്റെ വിജയുടെ ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നത്, അതിലൊക്കെ കണ്ടിട്ടില്ലേ ട്രെയിനിങ് കൊടുക്കുന്നത് ഓരോരുത്തർക്കും ആർമിയിലൊക്കെ. അതുപോലെ തന്നെ ഇവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്, സ്വയം ചെയ്യാനായിട്ട് അല്ലെ താല്പര്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വില്ലിങ് ആണോ അല്ലെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ, ഓക്കെ, ശാരീരികമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ് കേട്ടോ. These tests are used by an employer during the phase of job application, and doing well this test means that the candidate is capable for the job he is looking for. എന്താണ് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അവരെ എടുക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തി അവര് വില്ലിങ് ആണ്, അവർക്കത് ചെയ്യാൻ പറ്റും, അതിനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താണ് ആദ്യം തന്നെ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ഉള്ള ആളുകളാണ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആണ് കമ്പനിയിലോട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജോലികളിലേക്ക് നേവി, ആർമി, എയർഫോഴ്സ് അങ്ങനെയുള്ള ജോലികളിലേക്ക് എംപ്ലോയീസ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. Every candidate seeking a new job in the mechanical field or promotion to new position is required to pass this test before he is offered the job. കണ്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കി, ജോബിൽ കയറുന്നതിന് മുൻപ് അല്ലെ, ജോബില് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ബിഫോർ ഹി ഈസ് ഓഫേർഡ് ദ ജോബ്. ടെസ്റ്റുകള് കണ്ടക്ട് ചെയ്തതിനു ശേഷം ആള് അത്ര വില്ലിങ് ആണെങ്കിൽ, അത്ര എബിലിറ്റി അയാൾക്ക് ഉണ്ട് എന്നറിഞ്ഞാൽ മാത്രമാണ് ഈ ജോബിലേക്ക് അല്ലെങ്കിൽ ജോബ് ഓഫർ അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആയോ? അതുപോലെ തന്നെ പ്രമോഷൻ കിട്ടാൻ ഈ ജോബ് പൊസിഷനിൽ ന്യൂ ജോബ് പൊസിഷനിലോട്ട് പ്രമോഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എക്സാമ്പിൾ ഓർക്കാം, ആർമി, നേവി, എയർഫോഴ്സ് അങ്ങനെയുള്ള ജോലികളിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്.
ഓക്കെ, ഇനി മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത് ജോബ് ഓഫർ. ചിലപ്പോൾ എന്താണ് നമ്മള് ജോബിൽ കയറിയിട്ട് പല പല പൊസിഷനിലോട്ട് എത്താനായിട്ട് നമ്മള് എന്താണ് ഇപ്പോ പ്രൊമോഷൻ കിട്ടാനൊക്കെ പല പല ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇവിടെ എങ്ങനെയാണ് ജോബ് ഓഫർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അദ്ദേഹത്തിന് അത്ര കപ്പാസിറ്റി ഉണ്ട്, ആപ്റ്റ് ആണ്, അത്ര എബിലിറ്റി ഉണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ ജോബ് ഓഫർ അവർക്ക് കൊടുക്കുകയുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സൈക്കോമോട്ടോർ ടെസ്റ്റ്. Psychomotor tests are considered for evaluating the capability of an individual with respect to the particular job. These tests also helps in taking any decision on the mental skills and motor ability, and also some other qualities where an individual need to use his muscular movements and his control and coordination are involved. അപ്പോ സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ടെസ്റ്റ് ആർ കൺസിഡേർഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദ capability for a individual with the respect of to the particular job. അല്ലെ, ഒരു പ്രത്യേക തരത്തിലുള്ള ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ കഴിവ് വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ജോലി അല്ലെങ്കിൽ ഒരു പാർട്ടിക്കുലർ ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ആ കഴിവിനെ, ആ ജോലി ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന കഴിവിനെ വിലയിരുത്തുന്നതിനെയാണ് സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് ടീച്ചിങ് ജോബ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് അല്ലെ, കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ടോന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ജോബ് നോക്കുന്ന ആളാണെങ്കിൽ എന്താണ് സൈക്കോമോട്ടോർ എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കും അല്ലെ. ഇപ്പോൾ ക്ലർക്ക് ആണെങ്കിൽ എന്താണ് ക്ലർക്ക് ആവാനായിട്ടാണെങ്കിൽ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് അങ്ങനെയുള്ള സ്കില്ലുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട്. അപ്പൊ നമ്മള് അങ്ങനെയുള്ള പർട്ടിക്കുലർ ജോബില് നമ്മൾ എടുത്തുകൊണ്ട് ആ ജോബ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് ആ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. This test also helps in taking any decision on the mental skills or motor ability. ഈ ടെസ്റ്റിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ചെയ്യാനായിട്ടുള്ള മെന്റൽ സ്കിൽസും മോട്ടോർ എബിലിറ്റിയും ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, these tests are used to select the workers. ഇനി ഇങ്ങനെയുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ ഈ ജോബിലേക്ക് സൈക്കോമോട്ടോർ ടെസ്റ്റ് വഴി ഈ ജോബിലേക്ക് സെലക്ട് ചെയ്തത്. സെമി സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഓക്കെ, സെമി സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് ഈ ജോബ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെമി സ്കിൽഡ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, കിട്ടിയോ? മനസ്സിലായോ? സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്. ഇനി അവരെ കൊണ്ട് എന്തൊക്കെ ജോബാണ് ഇങ്ങനെയുള്ള ഈ സൈക്കോമോട്ടോർ ടെസ്റ്റ് വഴി ചെയ്യിപ്പിക്കുന്നത്? ലേബറിയസ് ജോബ്സ് സച്ച് ആസ് പാക്കിംഗ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ ഓരോ കമ്പനീസിൽ നമ്മൾ പാക്ക് ചെയ്യാറുണ്ട്, ടെസ്റ്റിങ്, അതുപോലെ എക്സാമിനേഷൻ, അസംബ്ലിംഗ് വർക്കുകൾ, ഇത്തരത്തിലുള്ള ജോബ് ചെയ്യാനായിട്ടുള്ള സെമി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയാണ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്നത്. സെമി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള സൈക്കോമോട്ടോർ സ്കില്ലുകൾ ഉണ്ടോ അല്ലെങ്കിൽ സൈക്കോമോട്ടോർ എബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാക്കിങ്ങിനായാലും ടെസ്റ്റിങ്ങിനായാലും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അസംബിൾ ചെയ്ത് വെക്കാനായിട്ടായാലും നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള സ്കില്ലുകൾ വരുന്നത് അല്ലെ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ രണ്ട് കാര്യങ്ങളും, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും സൈക്കോമോട്ടോർ ടെസ്റ്റും. കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇത്ര പാരാവാരൊന്നും പഠിക്കണ്ട. മിസ് അടയാളപ്പെടുത്തി തരുന്ന ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഓരോന്നിനും കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം.
ക്ലിയർ ആയോ? ഓക്കെ ആണോ? രണ്ട് ടെസ്റ്റുകളും ഓക്കെ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. Next ആണ് clerical aptitude test. These tests are designed with the purpose of recognizing in such candidates who are capable for working actively or perfectly in administrative role. നമുക്കറിയാം ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെ, ക്ലർക്കുമായിട്ട് ബന്ധപ്പെട്ടത് കുറെ കാര്യങ്ങൾ നമുക്ക് ക്ലർക്ക് വർക്കൊക്കെ ചെയ്യാനുണ്ടാവും അല്ലെ, ഓഫീസിലായാലും അതുപോലെ സ്കൂളിലായിട്ട് ക്ലർക്കൊക്കെ ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്ലറിക്കൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോളാണ് അല്ലെ അവിടെ വഹിക്കുന്നത്. അങ്ങനെയുള്ള ഏരിയയിൽ അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലുള്ള വർക്കുകൾ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ, ക്യാപ്പബിൾ ഉണ്ടോ, ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് അതുപോലെ ആക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള സ്കില്ലുണ്ടോ, കഴിവുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ക്ലിയർ ആയോ? ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ക്ലർക്കിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയില്ലേ, ക്ലർക്ക് ഏരിയ അല്ലെങ്കിൽ ക്ലർക്ക് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ആക്റ്റീവായിട്ട് അല്ല കറക്റ്റ് ആയിട്ട് അല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ഓക്കെ, ഇനി എന്താണ്? ഇനി മിസ്റ്റേക്സ് ഇൻ ബില്ലിംഗ്, അക്കൗണ്ടിങ് ഓർ ഷിപ്പിംഗ് ഇൻഫോർമേഷൻ may cause a big loss of the organization. അപ്പോൾ ഓരോ ഓർഗനൈസേഷനിലും ഈ ക്ലറിക്കൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബില്ലിങ്ങിൽ മിസ്റ്റേക്ക് വരാം അല്ലെ, അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓരോ വർക്കിലും അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ തെറ്റിപ്പോവാം, അങ്ങനെയുള്ള ബില്ലടിക്കുമ്പോൾ തെറ്റിപ്പോവാം. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള ലോസുകൾ, തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഓർഗനൈസേഷൻ യൂസ് ദിസ് ടെസ്റ്റ് while hiring people for clerical jobs, cashier, housekeeping works, warehouse workers, bank staffs, etc. ഇങ്ങനെയുള്ള ഇതിലേക്കൊക്കെയാണ്, ഇങ്ങനെയുള്ള ജോബ് വാക്കൻസിയിലോട്ടാണ് ആളുകളെ നമ്മൾ ഈ ടെസ്റ്റ് വഴി സെലക്ട് ചെയ്യുന്നത്. ക്ലറിക്കൽ ജോബ്സ് ഉണ്ടാവും, കാഷ്യർ, വെയർഹൗസ് വർക്കേഴ്സ്, ബാങ്ക് സ്റ്റാഫ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വേക്കൻസികളിലോട്ടാണ് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് അവര് ഓർഗനൈസേഷൻ എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം? ഹൈ കോൺസെൻട്രേഷൻ ആൻഡ് ആക്യുറസി മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ, ഇങ്ങനെയുള്ള ക്ലറിക്കൽ സ്റ്റാഫുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതിലൊക്കെയാണ്. ഹൈ കോൺസെൻട്രേഷനും അതുപോലെ ആക്യുറസിയും ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള എബിലിറ്റി, അങ്ങനെയുള്ള എബിലിറ്റി ഉള്ള ഹൈ കോൺസെൻട്രേഷൻ ആയാലും ഹൈ ആക്യുറേറ്റ് ആയിട്ടുള്ള എബിലിറ്റി ഉള്ള ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് വേണം നോക്കാനായിട്ട്. ക്ലിയർ ആയോ? കോൺസെൻട്രേഷൻ നമ്മൾ ക്ലറിക്കൽ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ചെയ്യുന്നു അല്ലെ. അങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ഉള്ള ആളുകളും അതുപോലെ ആക്യുറേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ പേരിലും കറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് കഴിവുള്ള എബിലിറ്റി ഉള്ള ആളുകളെ വേണം സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. These tests evaluate the particular ability required for official work. These tests may include spelling, copying, computerization, word measuring, comprehension, etc. നമ്മൾ PSC ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, സ്പെല്ലിംഗ്, അതുപോലെ കോപ്പിയിങ് അല്ലെ, അതുപോലെ കമ്പ്യൂട്ടറൈസേഷൻ, അതുപോലെ എന്താണ് വേർഡ് മെഷറിങ്, കോംപ്രിഹെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കഴിവുള്ള ആളുകളെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. PSC ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറില്ലേ? കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സ്പെല്ലിങ്ങുകള്, അതുപോലെ കോപ്പിയിങ്, കമ്പ്യൂട്ടറൈസേഷൻ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ള സ്കില്ലുള്ള ആളുകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ദീസ് ടെസ്റ്റ് ആർ variable in nature due to the variety of job requirements. Okay, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്?
ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോൾ അല്ലെ, നല്ല രീതിയിലുള്ള ക്ലർക്കൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് ആണ് ക്ലർക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ബില്ലിങ് ചെയ്യുമ്പോൾ അതുപോലെ ഡോക്യുമെന്റ്സുകൾ, ഇതൊക്കെ അക്കൗണ്ടിങ് അല്ലെ, ഓരോ കാര്യങ്ങൾ നമ്മൾ കണക്ക് വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ പല തെറ്റുകളും സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ള ക്ലറിക്കൽ ജോബ്സിന് വേണ്ടിയിട്ട് പീപ്പിൾസിനെ ഹയർ ചെയ്യുന്നത് ഏതൊക്കെ പൊസിഷനിൽ പോസ്റ്റുകളിലാണ്? കാഷ്യർ, അതുപോലെ വെയർ ഹൗസ് വർക്കേഴ്സ്, ബാങ്ക് സ്റ്റാഫ്, ഇങ്ങനെയുള്ള വേക്കൻസി വരുമ്പോഴാണ് നമ്മൾ ക്ലറിക്കൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ ടെസ്റ്റ് നടത്തി ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഓർഗനൈസേഷനിൽ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്? ഹൈ കോൺസെൻട്രേഷനും ഹൈ ആക്യുറസിയും ഉള്ള എബിലിറ്റി ഉള്ള ആളുകളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അതിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. കിട്ടിയോ? ഇത്രയും ഭാഗം മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ ആണോ ഇത്ര വരെ? ഓക്കെ, നമ്മള് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുത്തു. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരെയാണ് നമ്മൾ എടുത്തത് കേട്ടോ. 4 കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു? ഇന്റലിജന്റ് ടെസ്റ്റ്, മെക്കാനിക്കൽ ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ സൈക്കോമോട്ടോർ ടെസ്റ്റ്, ലാസ്റ്റ് വൺ പറഞ്ഞത് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത്രയും വരെ ടെക്സ്റ്റുകൾ നമുക്ക് വരുമ്പോൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.